യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള ഏത് ശ്രമവും സ്വാഗതം ചെയ്യുമെന്ന് അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചാൽ അമേരിക്ക അത് സ്വാഗതം ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് ആവർത്തിച്ചു. പുടിന് ഇനിയും യുദ്ധം അവസാനിപ്പിക്കുവാൻ സമയമുണ്ടെന്നും പുടിൻ മാത്രമാണ് യുക്രൈൻ അനുഭവിക്കുന്ന യുദ്ധക്കെടുതിക്ക് കാരണമെന്നും രൂക്ഷ വിമർശനവുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഇത് യുദ്ധത്തിന്റെ നൂറ്റാണ്ടല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. മോദിയുടെ കാഴ്ചപ്പാട് ശരിയാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏത് ശ്രമവും യുഎസ് സ്വാഗതം ചെയ്യുമെന്നും യുഎസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. ഷാങ്ഹായ് ഉച്ചകോടിയിലായിരുന്നു യുദ്ധത്തിന്റെ നൂറ്റാണ്ടല്ലെന്നും സമാധാനത്തിന്റെ പാതയാണ് സ്വീകരിക്കേണ്ടതെന്നും നരേന്ദ്രമോദി പുടിനോട് പറഞ്ഞത്. ലോക നേതാക്കൾ മോദിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. G20 ഉച്ചകോടിയിൽ ബാലി പ്രഖ്യാപനത്തിൽ മോദിയുടെ പ്രസ്താവന കൂട്ടിച്ചേർത്തിരുന്നു. മോദിയുടെ നേതൃത്വത്തിൽ സമാധാന ശ്രമമുണ്ടാവുകയാണെങ്കിൽ അതിന് എല്ലാ പിന്തുണയും യുഎസ് നൽകുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു. എന്നാൽ യുദ്ധത്തിൽ വ്ളാഡിമിർ പുടിനെ കുറ്റപ്പെടുത്തുകയാണ് ജോൺ കിർബി. യുക്രൈൻ ജനത ഇന്നനുഭവിക്കുന്ന യുദ്ധക്കെടുതിക്ക് കാരണക്കാരനായ ഒരേയൊരാൾ പുടിനാണെന്ന് അമേരിക്ക ഉറച്ചു പറയുകയാണിപ്പോൾ. പുടിൻ വൈദ്യുത നിലയങ്ങളിലേക്കും ഊർജ്ജ സംവിധാനങ്ങളിലേക്കും മിസൈൽ തൊടുത്ത് യുക്രൈൻ ജനതയെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും കിർബി ആരോപിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും പുടിന് സാധിക്കുമെന്നും വൈറ്റ് ഹൌസ് പറയുന്നു. ശത്രുത അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ലക്ഷ്യങ്ങൾക്കും നേതൃത്വത്തിനും അനുസൃതമായി യുക്രൈൻ ജനതയ്ക്ക് സ്വീകാര്യമായത് എന്താണെന്ന് സെലൻസ്കി തീരുമാനിക്കുമെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു. യുക്രൈൻ അല്ലാതെ യുക്രൈനെക്കുറിച്ചൊന്നുമില്ലെന്നും ജോൺ കിർബി നിലപാടെടുത്തു. യുദ്ധം അവസാനിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ യുക്രൈനുള്ള സൈനിക സഹായം തുടർന്നും നൽകുമെന്നും യുദ്ധക്കളത്തിൽ ജയിക്കാൻ യുക്രൈനെ സഹായിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.